ഒക്ടോബർ 3-നുണ്ടായ ന്യൂസാണ്. ഡെഡ്ലി ഫൈറ്റിംഗ് ഇറപ്സ് ബിറ്റ്വീൻ ഹമാസ് ആൻഡ് പാലസ്റ്റീനിയൻ ക്ലാൻസ് ഇൻ ഗാസ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ആംഡ് അസോൾട്ട് ബൈ 50 men റൈഡിങ് ഇൻ 5 പിക്കപ്പ് ട്രക്സ്. ഇതിന്റെയൊക്കെ വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവര് ഭയങ്കര അതിലൊരു വേറെ തമാശയുണ്ട്. ഇവര് ഇസ്രായേലിനെതിരെ പൊരുതുമ്പം ഇവര് സിവിലിയൻ വേഷത്തിലാണ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. സിവിലിയൻ വേഷത്തില് സാധാരണക്കാരന്മാര്. പക്ഷെ യുദ്ധം കഴിഞ്ഞപ്പോ വരെ യൂണിഫോമും മറ്റേ പച്ച തലയെക്കെട്ടും സംഭവങ്ങളും കറുപ്പ് സംഭവങ്ങളൊക്കെ വന്നിട്ട് ഇവരിപ്പോ നല്ല അടിപൊളിയായിട്ടാണ് മറ്റേ ക്ലാൻസായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. ഈ എക്സിക്യൂഷന് പോകുമ്പോൾ ഇവർക്ക് യൂണിഫോം ഉണ്ട്. പക്ഷെ ഇസ്രായേലുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ മാത്രം അവര് സിവിലിയൻ നേഴ്സ് ജേർണലിസ്റ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. എന്താല്ലേ അതല്ലേ നമ്മൾ പറയാറുള്ളത്, ഈ ലോകത്ത് ഒരു സൈന്യം മാത്രമേ ഉള്ളൂ, യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ ജട്ടിയിലും യുദ്ധം കഴിയുമ്പോൾ യൂണിഫോം ഇടുന്നത് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഹമാസാണ്. അത് നിങ്ങൾക്ക് നേരിട്ട് കാണാം. എന്നിട്ട് അവരെ വിളിക്കുന്ന സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്നാണ് കേട്ടോ. ഭയങ്കര ധൈര്യശാലികളാണ്. സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞപ്പോ പിന്നെ യൂണിഫോം എടുത്തിരിക്കണവര്.